അപകടകരമാം വഴി. അവിടെ രമേശ് ഇരിക്കുന്നുണ്ട്, അപ്പുറത്താക്കണ സുബിയും വിജേഷും നടക്കണ്. ആരിപ്പനെ ഫോട്ടം വിട്, അത് വീഡിയോയിൽ വെക്കാലോ കേട്ടോ. ഓനിവിടെ നിന്നുണ്ട്, ഞങ്ങൾ ഓനെ വിട്ട് പോവാണ്. ഞാൻ പോവാട്ടോ. ഹായ് ചെങ്ങന്മാർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ രാത്രി ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. നൈറ്റ് ഫിഷിംഗ് ആണ്. നിങ്ങൾക്കറിയാലോ, കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ ചൂണ്ടയിട്ടണമായിട്ട് അതെന്തിനു വേണ്ടിയിട്ട് മഞ്ഞയിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിൽ മഞ്ഞയിൽ കിട്ടിയില്ല. അപ്പോൾ ചെക്കന്മാരോട് പറഞ്ഞപ്പോൾ അവന്മാർ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോയി നോക്കാം. അവിടെ നിന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്തായാലും കാണിച്ചു കൊടുക്കാം ആളുകൾക്ക്. അതുപോലെ തന്നെ ചാൻസ് കൂടുതലാണ്. പിന്നെ കിട്ടുമല്ലോ എന്നുള്ളതൊക്കെ അതതിൻ്റെ ഒരു മട്ടം പോലെയാണല്ലോ. അതുപോലെ തന്നെ കുക്കുണ്ട്, ഇവിടെ ചോറുണ്ട് ഇരിക്കണം. കുക്കും പോരുന്നുണ്ട്, അതുപോലെ ഓനും പോരുന്നുണ്ട്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 7:20 ഇവിടെ ആര്യമോളൊക്കെ പഠിക്കുകയാണ് അല്ലേ. എഴുതി പഠിക്കുകയാണ്. എന്നാൽ പിന്നെ നമുക്ക് അന്ന് കിട്ടിയില്ല, ഇന്ന് കിട്ടുമോ നോക്കാം. എഴുതി പഠിക്കുകയാണ്. അന്ന് കിട്ടിയില്ല, ഇന്ന് കിട്ടും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ പോവുകയാണ്. അന്നത്തെ കമൻറ്റിലൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടി പോകും. തീർച്ചയായിട്ടും ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് പോകുന്നത്. കിട്ടട്ടെ അല്ലേ. കിട്ടുമോ ആര്യ? അന്ന് വലുത് കിട്ടുമോ? സമയം 7:20 ഇന്നെ കാത്ത് നിൽക്കുകയാണ് എല്ലാവരും. ഇന്നല്ല, ഞങ്ങൾ രണ്ടാള്. ഞങ്ങൾ പോയിട്ട് വരാം, കൊമ്പനെ പിടിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, വലുത് കൊണ്ടുപോവാ. ആ കൊമ്പനെ കാണിച്ചു തരാം നിങ്ങൾക്ക്. മഞ്ഞയിലാട്ടോ പിടിച്ചണേ, മഞ്ഞയിലല്ലാത്ത പിടിക്കണില്ല. എന്താ ചെയ്യാ. ഓക്കെ എനിബഡി കയറ്. വിജേഷുണ്ട്, കണ്ണനുണ്ട്, അപ്പുണ്ട്, എല്ലാവരും ഞാൻ വീണ്ടും പരിചയപ്പെടുത്തുന്നില്ല. പിന്നെ രമേശും സുബിയും അല്ലേ, ഒരു ബൈക്കുമ്പോൾ പോയി. ഒരു ബൈക്കും പോയി. അതിലിപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ ആരെ ബൈക്കാ? സുബിയ രമേശിൻ്റെ. രമേശ് ഒറ്റക്ക് പോരുന്നാണ് ബൈക്കും അല്ലേ. സുബി നൈസായിട്ട് കയറും. എന്നാലും ഞങ്ങൾ അവിടെ വിട്ടോട്ടെ. 7:00 എൻ്റെ ഓട്ടോ സ്റ്റാൻഡിൽ ആകെ 2 വണ്ടികളുള്ളൂ കേട്ടോ. വേറെ വണ്ടികളാണ്, ഗ്ലാസ് കഴുകാണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഫിഷിൽ കുറച്ച് കുറവായിരിക്കും. ഉപ്പിൻ്റെ നാട് വാടക കൂടെ അറിയിക്കും. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഒരു ചെറിയൊരു ഇടവഴിയിലൂടെ പോവുകയാണ്. ഇത് മേപ്പാടെന്ന് പറയുന്ന സ്ഥലം കേട്ടോ. നമ്മൾക്ക് എല്ലാ സ്പോട്ടും, ഞങ്ങൾ പോകുന്ന എല്ലാ സ്പോട്ടൊന്നും എനിക്ക് ഇങ്ങനെ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞുതരാൻ വേണ്ടി പറ്റാത്തത് ഉണ്ടാകും. ഇതൊരു വീടാണ്. അപ്പോൾ അത്തരത്തിൽ വീടുകൾ കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയ കൂടെയാണ് ഞങ്ങളുടെ ചൂണ്ടയിടൽ. അപ്പോൾ സീനാണ്. ഞാൻ പോവുക അല്ലെങ്കിൽ ഇവർ പോരുക എന്നൊക്കെ പറഞ്ഞാൽ ചൂണ്ടലിടൽ മാത്രം ലക്ഷ്യം വെച്ച് പോരുന്നതാണ്. മറ്റാരെങ്കിലും ഇത്തരം സ്ഥലങ്ങൾ കണ്ട് അവർ ഇൻട്രസ്റ്റഡ് ആയിട്ട് പോന്നിട്ട് മറ്റെന്തെങ്കിലും അലമ്പായി കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ വീഡിയോ കണ്ടിട്ടാന്ന് പറയുമ്പോഴേക്ക് നമുക്ക് വലിയ വിഷമമാണ്. ഇത് ചെറിയൊരു ചാലാണ്. നമുക്ക് ഓർമ്മ ഉണ്ടെന്ന് അറിയില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു പാടുണ്ടല്ലോ, ഇത് മുമ്പ് ഞാൻ എൻ്റെ കയ്യിൽ ആ വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. മുമ്പ് ഞാൻ ചെക്കന്മാരെയും കൊണ്ട് എന്താ പറയുക, ഞാനും കണ്ണൂർ റേസ് എല്ലാവരും പാടെ വന്നാണ്ട ഞങ്ങൾ തോട് തേകാൻ വേണ്ടിയിട്ട് വന്നില്ലേ. അന്ന് ഈ ഒരു പാടൊക്കെ ഞങ്ങൾക്ക് വമ്പൻ ചെളി കേട്ടോ. ഈ എങ്ങനെ ഇതൊക്കെ കടന്ന് പോവുക. കാലുമ്പോൾ ചെളിയാക്കാൻ ഇപ്പോഴും താല്പര്യമില്ല, ചൂണ്ടലിടാനായതുകൊണ്ട്. എന്തായാലും ആക്കാവും ചൂണ്ടലിടാൻ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ ആ ഒരു പാടാണ് ഈ ഒരു പാടം എന്ന് പറയാം. അത് ഇതിൻ്റെ ഒരു വീഡിയോ ഏതെങ്കിലുമൊക്കെ ഒന്ന് നിൻ്റെ കയ്യിലുണ്ടെന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ പകൽ വീഡിയോ വരണം. ഞാൻ അതിൻ്റെ ഒപ്പം വെക്കാവേ. ഉണ്ടെന്നാണെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കി. വരമ്പിലൂടെ അങ്ങ് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. തോടെത്തി നമ്മൾ. തോടി കാണുന്നതിനും തോട് കണ്ടാ എത്തിയിട്ടില്ല കേട്ടാ. എത്തട്ടെ. ഇതിലൊക്കെ ഒരുപാട് ആളുകൾ നടന്നു കൂട്ടിയൊരു വരമ്പ് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് തോട് കേട്ടോ. വെള്ളം പാകല്ലേ? വെള്ളം ഓവറാണെന്നാണ് അവർ പറയുന്നത്. അവരവിടെ നിന്ന് നോക്കിയിട്ടെ വെള്ളം ഓവറായിട്ടാണ് അവർക്ക് അനുഭവപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ചാൻസ് കുറവാണ്. പക്ഷെ എന്നാലും ഞങ്ങളിന്നൊരു മഞ്ഞയിൽ ഞാനിവിടെ കിട്ടാലോ. വെള്ളം ഓവറാന്ന് പറയണ നിങ്ങൾ എന്നാ ഉദ്യമ തന്നെ ഇരിക്കല്ലേ നേരക്കാ. ഓൻ്റെ മക്കളെ, ഇതൊരു പാലമാണ്. പക്ഷെ ഇതൊന്നും വലിയ പാലല്ലേ, കാര്യമായിട്ട് ഉപയോഗമില്ലാത്തൊരു പാലല്ലേ ഇതൊക്കെ അല്ലേ. കാര്യമായിട്ട് ഉപയോഗമില്ലാത്തൊരു പാലമാണ്. ഷൂ കിട്ടിയില്ല, അതപ്പോൾ പേച്ച്. ശരിക്കും ഈ ഒരു പാലത്തിൻ്റെ ഇവിടെ കിട്ടാൻ തന്നെ മതിയാവാം. പക്ഷേ അവർക്ക് ഈ ഒരു സ്ഥലം പോരാ. ലൈറ്റ് ഇല്ലല്ലേ. ഞാൻ വരുന്നുണ്ട്. അപകടകരമാം വഴി. അയ്യോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നൈറ്റിൽ ചൂണ്ടയിട്ട ആ സമയത്ത് ആ ഒരു വീഡിയോയിൽ ഒത്തിരി പേര് കമൻറ്റ് ചെയ്തൊരു സംഭവമാണ്, നടത്തം മാത്രമേ ഉള്ളൂ ചൂണ്ട എന്താ ഇടാഞ്ഞത് എന്നുള്ളത്. ഞാൻ മണിക്കൂറുകളോളം ഓരോ സ്ഥലത്ത് ഇട്ടിട്ടാണ് ഞാൻ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വീഡിയോയിൽ നിങ്ങൾ കണ്ടപ്പോൾ വളരെ പെട്ടെന്ന് തോന്നിയതാണ്.
എന്തായാലും ഇന്നത്തെ ദിവസം ഒരു സ്ഥലം കിട്ടിയാൽ ആ ഒരു സ്ഥലത്ത് മാത്രമേ നമ്മൾ ഇടുകയുള്ളൂ കേട്ടോ. നമ്മൾ തോടിൻ്റെ വളരെ അടുത്തു കൂടെയാണ് പോകുന്നത്. ആ പുല്ല് അയ്യോ ഇതാ മക്കളെ ഇതിൽ ചൂണ്ടക്കാരില്ലല്ലേ? ചൂണ്ടക്കാരില്ലാത്തതുകൊണ്ടാണ് വഴി ക്ലിയർ ആവാത്തത്. ഇതണ്ട പടവ്, ഈ ഒരു പടവിലൂടെയൊക്കെ ഇവിടെയൊക്കെ ഇടുമ്പോഴാണ് അതിൻ്റെ ഇത് വരിക. ആഹാ നല്ല കപ്പത്തോട്ടമാണ്, കപ്പ കൃഷി ചെയ്യുന്ന പാടം. അതുപോലെ തന്നെ ഇവിടെ പന്നികൾ വരാക്കാൻ വേണ്ടിയിട്ടല്ല, പന്നികൾക്ക് ഒരു ചെറിയൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാലൊക്കെ ഒന്ന് കഴിക്കുക, വെള്ളം ചവിട്ടിയിട്ടാ. എത്തിയോ? എവിടെയാണോ അതാ സ്പോട്ട്? ഓ മൈ ഗോഡ്, നമ്മൾ ആ ഒരു വീടിൻ്റെ അടുത്തു നിന്നാണ് ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ തോട്, ഇതാണ് നമ്മുടെ പടുവിൻ്റെ ഒപ്പം വെള്ളമാണ് ചൂണ്ടസ്ഥലം. ഞാൻ അങ്ങോട്ട് പോയോട്ടെ, പകല് വരല്ലേ? ഇപ്പം ഇടണ്ട, അവിടെ ഇട്ടാലേ ഞാൻ. ഓക്കെ, ലൈറ്റിൻ്റെ ചെറിയൊരു കുറവുണ്ടാവും കേട്ടോ, കാരണം ചെക്കന്മാർക്ക് വല്ലാതെ ഇഷ്ടമല്ല ഓവർ ലൈറ്റ് ഇടുന്നത്. അപ്പോൾ ഞാൻ ചൂണ്ട എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഒരു കുടലുണ്ട് എൻ്റെ കയ്യിൽ. ഈ ഒരു ലൈറ്റ് ഞാൻ ഫുൾ ടൈം ഓണാക്കി ഇടലുണ്ട്. ഞാൻ നൈറ്റ് ചൂണ്ട ഇടാൻ പോകുമ്പോൾ എനിക്ക് എപ്പോഴും എൻ്റെ കാലിൻ്റെ ഭാഗത്തേക്ക് എനിക്ക് ലൈറ്റ് ഇല്ലെങ്കിൽ ഭയങ്കര എനിക്ക് പേടിയാണ്. സത്യം പറയാമല്ലോ, പേടി പറഞ്ഞാൽ പാമ്പിനെ എനിക്ക് പേടി. എല്ലാവർക്കും അതിന് പാമ്പിനെ ആർക്കും ഇപ്പം അത്ര വലിയ സ്നേക്ക് ക്യാച്ചേഴ്സിന് മാത്രമാവും ചിലപ്പോൾ ഒരു ധൈര്യം ഉണ്ടാകുക. അല്ലാത്തവർക്കൊക്കെ പാമ്പിനൊരു ചെറിയ വേട്ട ഉണ്ടാവില്ല. അങ്ങനത്തെ എനിക്ക് ചെറുതെന്നല്ല, എനിക്ക് നല്ല വേട്ടയാണ്. എന്നാൽ ഞാൻ എല്ലാ പരിപാടിയും കാട്ടുകൂടെയും പുഴയിൽ പൊന്തയിൽ കൂടെ ഒക്കെ നടക്കും. അങ്ങനെയെങ്കിൽ കുടൽ കോർത്തുകൊണ്ട് നിൽക്കുകയാണ്. മഞ്ഞയിലാണ് ലക്ഷ്യം. ചെക്കന്മാർ ഇന്ന് പോരാൻ തന്നെ കാരണം അവർ 2 ദിവസം നമുക്ക് കിട്ടിയില്ല എന്നുള്ള വിഷമമൊക്കെ ഞാൻ അവരോട് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഈ ഒരു സ്ഥലത്ത് നിന്ന് ഇട്ട് നോക്കാം, നമുക്ക് എന്തായാലും സാധ്യത ഉണ്ട്. ഞങ്ങളൊക്കെ മുമ്പ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ധാരാളമായിട്ട് പിടിച്ചിട്ടുള്ള സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം. ഇത് അന്ന് പുതിയത് വാങ്ങി, ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടില്ലേ ഞാൻ ഈർപ്പം വാങ്ങി, ആ ഈർപ്പിട്ടത്. അപ്പോൾ ആ ഈർപ്പിനെ ഞാൻ നൈസായിട്ട് കൊക്കയൊക്കെ കൊടുത്ത് വെള്ളത്തേക്ക് ഇറക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വലിയ നിരാശയിലാണ്. അവർ വരുന്ന സമയത്തൊന്നും വെള്ളം അത്ര ഉണ്ടാവില്ല. അതിനെക്കുറിച്ചൊക്കെയാണ് അവർ പറയുന്നത്. ഇനി ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യണം, കുറച്ച് നേരത്തിന് ലൈറ്റ് ഇല്ലാതെ ഇരിക്കേണ്ടി വരും. ഇന്നത്തെ ദിവസം നമ്മൾ ചൂണ്ടയിടാൻ വന്നിട്ട് നമുക്ക് കിട്ടിയ സാധനമാണത്, പാറഞ്ഞുണ്ട്. ഇപ്പോൾ ഓന് കരയെ കയറിയിരിക്കണമെന്നുള്ള കാര്യം തന്നെ അറിയില്ല. കണ്ട് നിങ്ങൾ വായുവിൽ നിന്നാണ്ട് തിന്നുകൊണ്ടിരിക്കുക തന്നെ. എന്താ ചെയ്യുക? കണ്ടാ ചൂണ്ടലുമ്പോൾ തന്നെയാണ് ആൾ ഇപ്പോഴും കുടൽ നല്ല തീറ്റ തന്നെ തിന്നാണ്. കാണണ്ട നിങ്ങൾക്ക് ലൈറ്റ് പണി ഒന്നുകൂടി വെക്കുക, കാരണം ഇപ്പം അന്തം പൊട്ടിയാണ്. അയ്യോ, ഓനെ നമ്മളിവിടെ തൊട്ടപ്പുറത്ത് തന്നെ പാടാണ്, ആ പാടത്തേക്കാട. ഇറുക്കാൻ നോക്കണ്ട, ഡേഞ്ചർ മേനാണ് അതൊക്കെ ഇറുക്കിയൊക്കെ വെക്കണം. നിങ്ങൾ അണ്ടം പൊട്ടാൻ മജാതി ഇറുക്കലിരിക്കില്ല. അതായത് തൊട്ടപ്പുറത്ത് ഈ കാണുന്നത് തന്നെ പാടമാണ്. അപ്പോൾ അതിലേക്ക് അങ്ങോട്ട് പോടെ ഒഴിവാക്കി. പിന്നെ ഓൽക്കാർക്കും കൊത്തനൂടില്ല എന്നാണ് അവർ പറയുന്നത്. അവസ്ഥ വളരെ മോശമാണ്, വെള്ളം കൂടുതലായിട്ടേ. പക്ഷേ എന്താ പറയുക, ഒരു മഞ്ഞിൽ കമ്പത്തിൽ പോന്നിട്ട് അല്ല, തമാശ പറയല്ലേ, ഓരോരുത്തർക്ക് ഇടാൻ നിൽക്കുകയാണ്, അപ്പത്തിന് കിട്ടും മഞ്ഞയിൽ. ഒരു സുബി കൊത്തുണ്ടോ? ഉണ്ടോ? അല്ല, ഓരോരുത്തരിങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇങ്ങനെ കാണുമ്പോഴേ ഓലക്ക് ഇടാൻ വേണ്ടി നിൽക്കുകയാണ് ഓൽക്ക് മീൻ കിട്ടാൻ. ഞാൻ വേറെ സ്ഥലം മാറ്റുകയാണ്, ഇവിടെ പറ്റണില്ല. കണ്ണനും ഞാനും താഴെ ഭാഗത്തേക്ക് പോകണം. ഞങ്ങൾ മാത്രമല്ല, രമേശും കുക്കും ഒക്കെ പോരുമായിരിക്കാം. ബാക്കിയുള്ളവർ എന്തായാലും ഇരിക്കണോടെ തന്നെ ഇരിക്കുകയാണെന്ന് പറഞ്ഞു. കണ്ണന് ഇവിടെ ആയിട്ട് സെറ്റ് ആവണില്ല. അല്ലണ്ണാ നടക്കൂല എന്നൊക്കെയാണ് പറയുന്നത്. നടന്നു പോകാൻ തന്നെ പാടാണ്, ഒരുപാട് താഴത്തേക്ക് കൊല്ലട്ടെ. ഞാൻ പാലത്തിങ് കേട്ടോ. പോവുകയാണെങ്കിൽ പൊക്കോ, കുഴപ്പമൊന്നുമില്ല. കാലിലോട്ടേക്ക് ടോർച്ചൊക്കെ അടിച്ച് ഇപ്പം തന്നെ ഒരു എലി വന്നു എൻ്റെ കാൽമ. അത് കടിച്ചില്ലാറമാര് നക്കിയാണ്ട് പോയത്. അത് പാമ്പൊക്കെ ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് ഈ കുടലുണ്ടായിട്ട് വരുന്നതാണത്. ഞാനങ്ങനെ ഈ ഒരു പാലത്ത് കണ്ടു, നല്ല കാറ്റുണ്ട്, മൈക്ക് കാറ്റെടുക്കും. ഇവിടെ താഴത്തേക്ക് ഇടാൻ വേണ്ടി വരും, പക്ഷേ നല്ല താഴ്ചയാണ് ഇവിടെ. അപ്പം അതൊക്കെ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിൽ നടന്നാണ്ട് എൻ്റെ സമയം കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തതിന്. പക്ഷേ എനിക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ട സ്ഥലം കിട്ടിയാൽ പിന്നെ ഇതിലെങ്ങനെ പോവുക? ഇഷ്ടപ്പെട്ട സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ മക്കളെ ഇതിൽ ചൂണ്ടക്കാരനെ വരലില്ല. അതാണ് ഇത് ഇങ്ങനെ നിൽക്കണത്. ഇതിൽ ആൾക്കാർ നടക്കലുണ്ടെങ്കിലേ ഒരിക്കലും
ഈ ഒരു സ്ഥലമൊന്നും ഇങ്ങനെ ആവില്ല. നേരത്തെ സുബി പറയാം, ഈ നാട്ടുകാർ പറയണ ഒരു കഥയാണ് പോലെ, വെറുതെ ഉണ്ടാക്കി പറഞ്ഞതാണൊക്കെ അറിയില്ല. കാല് തലയിൽ വെച്ച് നടക്കുന്ന ആൾക്കാരാണെന്നൊക്കെയാണ് അവൻ പറയുന്നത്. ഇത് നെല്ല് കൃഷി ചെയ്യുന്ന പാടമാണ് കേട്ടോ, നെൽപ്പാടമാണ്. ഓ മക്കളെ, ഇവിടെയൊക്കെ എവിടെയെങ്കിലൊക്കെ ഇനി ഗ്യാപ്പ് കിട്ടിയാൽ ഇവിടേക്ക് പാകാലേ വെള്ളം. ഞാനങ്ങനെ സ്ഥലം കണ്ടെത്തിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെയാണ് എൻ്റെ സ്പോട്ട്. ഇവിടുന്ന് ഞാൻ പോവില്ല എന്തൊക്കെയായാലും. ഇപ്പോൾ സമയം എത്രയെന്ന് അറിയാം, 9 മണി. നമ്മൾ ഏതാണ്ടൊരു 8 മണി ആ റേഞ്ചിക്ക് ഇവിടെ എത്തിയിട്ടുണ്ടാവും ആണ് എൻ്റെ ഒരു ഓർമ്മ. കൊത്തുന്നില്ല, മെയിനായിട്ട് എവിടെയും കൊത്തുന്നില്ല. കഥാനായകനതാ പോവുകയാണ്. എവിടുക്ക? പാലത്തുമക്കോ? ഇരുടാണ് എല്ലായിടത്തും, ഇരുട് തന്നെ നോക്കോ. കാലിൻ്റെ ചോട്ടിക്ക് ലൈറ്റും കൊണ്ടുപോ. ലൈറ്റ് എവിടെ? മൊബൈൽ ഓണാക്കി ഞാൻ അതിങ്ങനെ അടിച്ചിക്കൊന്നുമില്ല. ഞാൻ എന്നെ കാണിക്കാൻ വേണ്ടി നടക്കണം, കാണിക്കരുതിയിട്ടാണ്. അവിടെ രമേശ് ഇരിക്കുന്നുണ്ട്, അപ്പുറത്താക്കണ സുബിയും വിജേഷ് നടക്കണ്, കണ്ണനാക്കണ ഉണ്ടാവും ഇവിടെ. അതിൻ്റെ ഇടയിൽ എവിടെയൊക്കെ രഞ്ജിത്തുണ്ട്. നടക്കന്നെ ഓരോ കണ്ടൊക്കെ അടിച്ചവർ ഓരോ തൊള്ളിന്ന് കേൾക്കണ്ട. അതങ്ങനെ ഏതായാലും ഞാൻ ഇവിടെ ഉണ്ട്. കൊത്തണൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിലും ഒരു മജല്ല, മനസ്സിലായല്ലോ. കുക്ക് എന്തോ കാര്യപ്പെട്ടൊന്ന് പിടിച്ച് കൊണ്ടുവരുന്നുണ്ട്. അനക്ക് കിട്ടിയത് നല്ല വേസ്റ്റ് നാട്ടിലുണ്ടല്ലോ. ഇവിടെ നിന്ന് എടുത്തിക്കണ നമ്മളെ തോട്ടിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു പരിപാടി നടക്കൂലോ എനിക്കതാ തോന്നണേ. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ വെള്ളമല്ലേ, വെള്ളം കൂടുതലാണ്. ഇങ്ങോട്ട് ഇതിന് മുമ്പ് കുറേ വന്നിട്ടില്ല? ഇങ്ങോട്ട് വന്നോ? ഇല്ല. പോയ താഴത്ത് കാരണം ഇതിൻ്റെ താഴത്തേക്കോ? ഈ തോടിൻ്റെ താഴത്തേക്ക് പോയിട്ട് കണക്ക് തവളാളുണ്ട്. ഞാനും കരുതിച്ച് വല്ല മീനും ഉണ്ടെന്ന് പറയാണ്. എനിക്ക് ഏതായാലും ഒന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മുടെ കണ്ണന് പാടത്തെ സൗണ്ട് കേൾക്കുന്നുണ്ട്, നല്ല ചീവിടിൻ്റെ തവളൻ്റെ ഒക്കെ സൗണ്ടുകൾ. അപ്പോൾ കണ്ണൻ്റെ മീനിനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകണം. ഒരു കടുങ്ങാലി കിട്ടിയിരിക്കണ പറഞ്ഞു. കണ്ണാ ലൈറ്റ് ഡിസ്റ്റർബ് ആവുമോ? ഡിസ്റ്റർബായോ? ഞാനെ പറയരുത്. എവിടെ കവറില? കവറിലാണും പോലെ ആയിക്കോട്ടെ. ഇന്ന് വന്നതിലിപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് കിട്ടണ്ടപ്പോൾ ഇത് എന്തെങ്കിലുമൊക്കെ സാധനം. അത് കുഴപ്പമൊന്നുമില്ലല്ലോ അണ്ണാ, ഇത്ര വലിയൊരു ചെറുത് അറിയാമെന്നില്ല. ഇത്ര ഉണ്ടല്ലോ. ഉണ്ടോ കടുങ്ങാരി കണ്ണന് അത്യാവശ്യം തിരക്കില്ലാത്ത ഒരെണ്ണം തന്നെയാണ്. ഇതിന് മോശം പറയല്ല അണ്ണാ. പക്ഷേ നമ്മളെ തൊട്ട് ഇതിനൊക്കെ വലുതുണ്ടെന്നുള്ളതാണ് പ്രത്യേകത അല്ലണ്ണാ. നമ്മൾ ഇത്രയും ദൂരം വന്നിട്ട് നമുക്ക് കിട്ടിയ ഒരു മീനാണത്. ഇതിൻ്റെ ഫുൾ സാധനം ഞാൻ മടക്കി വെച്ചു. ക്യാമറ സ്റ്റാൻഡിൽ നിന്ന് ക്യാമറനെടുത്തു. ചെക്കന്മാർ ഓലൊക്കെ ചടച്ചോലൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് പാലത്തിന്. അപ്പോൾ ഞാനിവിടെ രമേശ് കുറേ താഴത്തേക്ക് പോകുന്നു. ജസ്റ്റ് അവൻ്റെ അടുത്തുനിന്ന് പോയിട്ട് അതും കൂടി നോക്കിയിട്ട് വരാമെന്ന് കരുതി. എല്ലാ ദിവസവും നമുക്ക് മീൻ കിട്ടിക്കൊള്ളണമെന്നില്ല, അതൊന്ന്. രണ്ടാമത് ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റിൽ തന്നെ വന്നപ്പോൾ പറഞ്ഞാൽ നമ്മൾ വെള്ളം ഓവറാണെന്നുള്ളത്. അപ്പോൾ ഈ വെള്ളം ഓവർ ആയിക്കഴിഞ്ഞാലൊന്നും മീൻ തോട്ടിൽ നിന്ന് കൊത്തൂല. അത് തോട് നല്ല പുഴയാണെങ്കിലും കൊത്തൂല. ഞങ്ങളുടെ നാട്ടിലത്തെ കേസാണ് ഞാൻ പറയണത്. എങ്ങനെ ഞാനോ പോയോടത്തേക്ക് പോവുക? കാരണം ഇവിടെ ഈ ഒരു മരം ഇതിൽ എല്ലാവരും ഇറങ്ങിയിട്ടാണ് പോയിക്കണമെന്ന്. അങ്ങനെ എനിക്ക് എൻ്റെ കാല് ചെളിയാവാത്തതുകൊണ്ടല്ല, അങ്ങനെ പോകാൻ എനിക്ക് തോന്നുന്നില്ല. മോൻ്റെ അടുത്തേക്ക് പോകും വേണം. എൻ്റെ ഭഗവാനെ, ഇതൊക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ ഒരു മരം അവിടെ നിന്ന് ഇങ്ങോട്ട് കടവഴി വീണു. ഇവിടെ കേട്ടോ കണ്ണാൻ മറ്റേ കടുങ്ങാലി പിടിച്ച്. പക്ഷേങ്കിൽ ഇവിടുത്തെ ഒരു വേസ്റ്റ് ഉണ്ടെങ്കിൽ എന്നാ വേസ്റ്റ് അവിടെ ഫുൾ വേസ്റ്റ് ഇവിടെ കെട്ടിക്കിടക്കുക. ചെരുപ്പുണ്ട്, പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഉണ്ട്, പ്ലാസ്റ്റിക് കവർസ് ഉണ്ട്. എന്താ ഇതൊക്കെ കവറുകളാണ്. അങ്ങനെ പിന്നെന്താ വെച്ചാൽ പിന്നെ ഒരുപാട് ചപ്പും ചവറ് കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ മൊത്തത്തിലൊക്കെ അടിഞ്ഞ് നിൽക്കുന്നൊരു സാഹചര്യമുള്ളത്. എത്താ എൻ്റെ പ്ലാന്? മഞ്ഞൂര് കുടിച്ചണം. ഇവിടെ ഇപ്പോൾ വല്ല കേപ്പല്ലേ. പക്ഷേങ്കിൽ ചെക്കന്മാരൊക്കെ പോകാനുള്ള മൈൻഡിലാണ്. അടിപൊളി ഏരിയ കേട്ടോ.
കേട്ടോ. പാടത്തേക്കൊക്കെ വെള്ളം ഔട്ടാവുന്ന ഏരിയയാണ്. അതുവഴിയൊക്കെയാണ് പാടത്തേക്ക് മീൻ കയറുക. രമേശ് ബോട്ടം വിട്, അത് വീഡിയോയിൽ വെക്കാലോ കേട്ടോ. ഓനിവിടെ ഇടുന്നുണ്ട്, ഞങ്ങൾ ഓനെ വിട്ട് പോവാണ്. ഞാൻ പോവാട്ടോ. അപ്പോൾ ഓന് മീൻ പിടിക്കാനുള്ള മൈൻഡ് തന്നെ കേട്ടോ. ഒറ്റക്കാണെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ഓൻ ഇരിക്കുന്നത്. സമ്മതിക്കണം, ഓരോരുത്തർക്കും ഓരോ മൈൻഡാണ്. പക്ഷേ ഇതിൻ്റെ ഇപ്പം 5-6 ആൾക്കാരാണുള്ളത്. ഓട്ടോ സൈഡിൽ ഞാൻ ഓരോ കൊണ്ടുവന്ന നമ്മളെ വണ്ടിയിൽ കൊണ്ടുവന്നാണ്. എനിക്ക് ഓൻ ഒറ്റക്കാക്കി പോകാൻ യാതൊരു താല്പര്യമല്ല. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയോ ആ ഒരു മരം താണ്ടി വന്ന് എങ്ങനെയൊക്കെയോ പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇങ്ങനെ വന്നേക്കുവാണ്, ചളി ചവിട്ടാതെ. ക്യാമറ ഒക്കെ ഓഫ് ചെയ്ത്. എന്തായാലും ഇത് പറഞ്ഞ പോലെ അവൻ്റെ ആ ഒരു താല്പര്യത്തൊന്നും ഞാൻ എന്താ പറയുക നിസ്സാരമായിട്ട് കാണുന്നില്ല. നമ്മൾ ഇവരെയും കൊണ്ട് പോക്കി നിർബന്ധമാണ്. അവർക്കൊക്കെ നാളെ പണിയുള്ള ആൾക്കാരാണ്, കൂലിപ്പണിയെടുക്കുന്ന അക്കന്മാരാണ്. ഞങ്ങൾക്കൊരു ടൈം ഉണ്ടായിരുന്നു 10 മണി. ആ ഒരു 10 മണിയൊക്കെ ഏതാണ്ടൊക്കെ ആയി തുടങ്ങിയെന്നാണ് ഞാൻ കരുതുന്നത്. എനിക്കറിയില്ല, സമയം നോക്കണം. എന്നാൽ പോലും ഇങ്ങോട്ട് ഓന് വണ്ടിയുണ്ട്, ഓൻ ബൈക്കുമല്ല വന്നത്. അപ്പോൾ ഓനങ്ങനെ പോന്നോളൂ. കുക്കുവാണ് ഇരിക്കണേ. അതുപോലെ തന്നെ ബാക്കി എല്ലാവരും ഒരു കുട കൊണ്ടുവന്നിക്കണ്. അത് ഈ കുട ഇജ്ജ് കറുപ്പ് കുട കൊണ്ടുവന്ന നോക്കോ. നീ ഈ കുടയാണ്. ഓന് കുട കുറേ തെരഞ്ഞിരുന്നു. ബാക്കി എല്ലാവരും ചൂണ്ട മടക്കിയില്ലേ. പോയിരുന്നൊന്ന് കൊല്ലണ്ട, കണ്ണം വളർത്തും. ഒന്നിനും മടാകെ ചടച്ചെണ്ണ വെള്ളം കണ്ടപ്പോൾ. പിടിച്ചിലോ അത് ചാകൂടി പിടിച്ചിലൊക്കെ വെച്ചാ മീനോ മീനെ പിടിച്ചു വെച്ചാ നാളെ പിടിക്കലോ. ആരിബനെ ആരാ? രമേശിനെ. ഇത് പോരൻ്റെ പോരുക്കോ എന്നാ പോലെ ഓക്കെയാണ്. എങ്ങനെ ഈ ഒരു തോട്ടുന്നാട്ടോ ജസേ കാലും കച്ചും കഴിക്കുക. നല്ലതാണ്. ചെറിയൊരു തോടില്ലേ, തോടാണല്ലേ. ചാല് കണ്ണനൊക്കെ പോയി. എന്ത് പണ്ടറിയട്ടെ അല്ലേ. ചെരുപ്പ് കജ്ജും കാലും ക്ലിയറാക്കാം. ചൂണ്ടിലെടുത്തു ജി. ഒരാൾ വണ്ടിക്ക് ഏറെയാണ്, എന്നാലും നമുക്ക് പോക്ക് നിർബന്ധം. ആ ഒരാൾ ഏറെയാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ പതുക്കെ പോവാം. എല്ലായിടത്തും വെച്ചോ? ടോർച്ച്. ഓ മൈ ഗോഡ്. കേറണേം കേറാം. മീൻ കിട്ടിയില്ല. അപ്പം എന്തായാലും നമ്മൾ ഭക്ഷണം കഴിക്കാം അല്ലേ? ഓക്കെ അല്ലേ? പിന്നെ ഡബിൾ ഓക്കെ. എന്നാൽ ഇറങ്ങി നമ്മൾ വണ്ടൂരങ്ങാടിയിൽ എത്തിയിട്ടുണ്ട്. വണ്ടൂരങ്ങാടിയിൽ നമ്മുടെ സ്റ്റാൻഡൊക്കെ ഫുള്ള് ഓഫായിട്ടുണ്ട്. അവിടെ ഉള്ളിൽ ഈസ തട്ടുകട. ഈസയിലില്ലെങ്കിൽ നമ്മൾ വേറെ കട നോക്കലുള്ളൂ. പോരുന്നില്ല ഇരിക്കന്നെ. മീനോ വേണ്ട, കൂന്തലുള്ളൂ അല്ലേ? അനക്കിഷ്ടമില്ലാത്ത മീനാണ് കൂന്തൽ. ഇന്നാലും അല്ലേ ഇത്ര ആൾക്കാർ പോയിട്ടോ എന്നല്ലോ. വിജയസര സാഹചര്യമാണ്. ഈ ഒരു നേരത്തെ വേണ്ട വന്നിട്ടില്ല. എന്താ പറയാ, ഓരോ ടൈമാണ്. നിക്കണ് 11 മണി വരെ. 11 ഇപ്പൊ സമയം എത്ര? 11:03. ഓ എൻ്റെ മോനാ കുക്കോ. ഇജോ ആയിരുന്നു അല്ലേ? എല്ലാരും ആയിരുന്നു. ചോറിനാട്ടെ ബസ്സിൽ നമ്മളെ നാട്ടിലത്തെ അക്കനാട്ടെ. ഇവിടുത്തെ സ്റ്റാഫാണ്. എല്ലാവർക്കും ചൂടുവെള്ളം വേണം പോലെ. അതിലൊക്കെ എല്ലാവരോടും എന്നിട്ടേ ബസ്സിൽ മോനെ മൊബൈൽ വെക്കാനാണ്. എന്താ ഞാൻ മൊബൈൽ വെക്കും. ഇവരൊക്കെ എന്തുകൊണ്ട് പിടിക്കണേ? അത് നമ്മൾ ടാർസം പിടിച്ച സാധനമാണ് രോഹു. എല്ലാവർക്കും അവനവൻ്റെ ചിലവാണ്. ഞാൻ ബീഫ് എടുത്തുള്ളത്, കണ്ണും പീസ് എടുത്തുള്ളത്. ഓ ഇതാ മോനെ ചൂട് എന്താണ് അതിങ്ങനെ. മോനെ ആവി പറഞ്ഞൊക്കെ അടിപൊളി. എല്ലാവരും ഉഷാറായിട്ട് കഴിച്ചോണ്ടിരിക്കട്ടാ. ഇതാണ് എൻ്റെ ചോറ്. ഇപ്പോഴൊരു കാര്യം മനസ്സിലായത്, ഇവരൊക്കെ നല്ലോണം പഴിച്ചിരിക്കണം. ഇവരൊക്കെ പ്ലേറ്റ് ഇന്നതൊക്കെ കാലിയും കൈമാരെ.
ഇതൊന്നുമില്ലേ പാലത്തിങ് എത്തിക്കണേ. അപ്പം എന്താ വെച്ചാൽ എല്ലാവരും ഓരോ ടൂൾസ് ഒക്കെ എടുത്ത് ഇങ്ങനെ ഇറങ്ങി പോകാനുള്ള പരിപാടിയാണ്. ഞാനും കുക്കും വീട്ടിൽ പോകും. കുപ്പി പിന്നെ മേലക്ക് അയലോക്കത്തായതുകൊണ്ട് കുഴപ്പമില്ല. ഭയങ്കര വെള്ള തോട്ടില്. കൊമ്പം പോയിട്ട് ഒന്നുമില്ല. രമേശ് മാത്രം ഉണ്ട് അവിടെ ഇരിക്കണ്. മമ്പാട് ഓൻ്റെ കുടുംബക്കാരില്ല അവിടെ. അതുകൊണ്ടായിക്കാരം ഭയങ്കര വെള്ളം. ഞങ്ങൾ ലാസ്റ്റ് അങ്ങാടി ചോറും തിന്നറ പോകുന്നൊക്കെയാണ്. ഇന്ന ദിവസം പാട് മീൻ ഇടാൻ വേണ്ടിയിട്ടുള്ള കവറാണ്. എന്തൊക്കെ ഒരു ചോറക്കൊക്കെ വരുന്നുണ്ട്. ഈ ഒരു വീഡിയോ അടിച്ച് വൈൻഡപ്പ് ചെയ്യണം. അടുത്ത അല്ലേ കൂടെ ആയിട്ട് പിന്നെ വരാം. ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്.